നമസ്കാരം, ചന്ദ്രാവിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ 10th പ്രിലിംസ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ആവർത്തിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഉള്ളവരെ എന്ത് ചെയ്യുക, അത് കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോകും. അതുപോലെ തന്നെ വരുമെന്നല്ല, എന്നാലും രണ്ട് സ്റ്റേജിലും സ്ഥിരമായി ചോദിച്ചത് കൊണ്ട്, ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ട് ഇനിയുള്ള സ്റ്റേജിലും എന്ത് ചെയ്യാം, അതുപോലുള്ളതായിരിക്കും വരുന്നത്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുക, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കഴിഞ്ഞ സ്റ്റേജ് 1ന്റെയും സ്റ്റേജ് 2ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നന്നായിട്ട് നോക്കുക കേട്ടോ, നന്നായിട്ട് നോക്കുക. പിന്നെ എപ്പോഴും എല്ലാ രണ്ട് സ്റ്റേജ് കഴിഞ്ഞവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ടൈം കിട്ടുന്നില്ല, മാത്സ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളത് കൊണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും മാത്സ് ചെയ്യാൻ ടൈം കിട്ടാത്തത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്ത് ചെയ്യുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും അതിൽ റണ്ണിങ് ആണ്. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ നോക്കുന്നത് വെച്ചാൽ സ്ഥിരമായിട്ട്, അതായത് രണ്ട് സ്റ്റേജിലും ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഒന്നാമതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മീൻസ് ടോപ്പിക് ആയിട്ട്, ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക് ആണ് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് രണ്ട് എക്സാമിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ് അധികം ചോദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചത്. ശ്രീനാരായണ ഗുരു അല്ലാതെയും കുറച്ച് യോഗക്ഷേമ സഭ അങ്ങനത്തെ ഓരോരുത്തരും ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് കുറച്ച് അധികം ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഒന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ് കേട്ടോ. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്ത കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് അത് വേദാധികാര നിരൂപണമാണ്. അപ്പൊ ദൈവദശകം, നവമഞ്ചരി, ദർശനമാലയൊക്കെ എന്താണ്, ശ്രീനാരായണ ഗുരുവിന്റേതാണ്. അപ്പൊ അല്ലാത്തത് ഏതെന്ന് വെച്ചാല് വേദാധികാര നിരൂപണമാണ്. പിന്നെ കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. അപ്പൊ അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഉത്തരം വരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ എന്താണ്, ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് അല്ല. അതുപോലെ വീണ്ടും ഒരു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. ഇത് ചോദിച്ചിരിക്കുന്നത് കൃതികളിൽ അദ്ദേഹം രചിക്കാത്ത, അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വേദാധികാര നിരൂപണമാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, രചിച്ച ഗ്രന്ഥം ഏതെന്നാണ്. അപ്പൊ അതെന്താണ്, നവമഞ്ചരിയാണ് കേട്ടോ. അപ്പം എല്ലാത്തിലും സെയിം ആൻസർ ആണ്, ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നവമഞ്ചരി. അപ്പം അല്ലാത്തത് ഏതാണ്, വേദാധികാര നിരൂപണമാണ് അല്ലെ. അത് ചട്ടമ്പി സ്വാമികളുടെയാണ്. ആദിഭാഷയും ചട്ടമ്പി സ്വാമികളുടേതാണ്. അരുൾ നൂൽ എന്ന് പറയുന്നത് അയ്യ വൈകുണ്ഠ സ്വാമിയുടേതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നവോത്ഥാനം കുറച്ച് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളെ പറ്റി ചോദിച്ചിട്ടുണ്ട്, വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റി, പിന്നെ യോഗക്ഷേമ സഭ അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. കൂടുതൽ ചോദിച്ചിരുന്ന ശ്രീനാരായണ ഗുരു ആണെന്നേ ഉള്ളൂ. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെയിം ഇതുപോലെ ചോദിക്കുമെന്നല്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചോദിക്കാവുന്ന ചാൻസ് ഉണ്ട്. അടുത്ത ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ചോദിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ, ഇത് ഒന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ്, രാജാറാം മോഹൻ റോയ്. പിന്നെ പറയുന്നത് അടുത്ത സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചത് താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 4 ആണ് കേട്ടോ. സതിഹിത ബോധിനി മാത്രമാണ്. അപ്പൊ ഒന്ന് ചോദിച്ചത് ഏതാണ്, നവോത്ഥാനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ തന്നെ രചനകളാണ് അടുത്ത സ്റ്റേജിൽ ചോദിച്ചത്. അപ്പൊ രാജാറാം മോഹൻ റോയ് ഇവിടെ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ മെയിൻ ആയിട്ട് ബ്രിക്സ് ഉച്ചകോടി, ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചത്. അപ്പം അത് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ബ്രിക്സ് വീണ്ടും എന്താ പ്രശ്നം, അതായത് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, സമ്മേളനം നടന്നത് എവിടെ, അതിന്റെ വേദിയാണ് ചോദിച്ചത്. രണ്ടും 2024 എന്താ, കസാൻ റഷ്യയാണ് ഉത്തരം. പിന്നെ കുറച്ച് എന്താണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ടോപ്പിക് കറക്റ്റ് നന്നായിട്ട് പഠിക്കുക. ബ്രിക്സ് ആണ് രണ്ടിലും ഉച്ചകോടികൾ ചോദിച്ചത്. ഇനി വേറെ ഏത് ഉച്ചകോടികൾ വേണോ ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഉച്ചകോടികളും നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക.
അടുത്ത് എന്താണ് നിക്ഷേപമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഇത് സ്റ്റേജ് 2-ൽ ചോദിച്ചതാണ്. ഉത്തരം മധ്യപ്രദേശാണ്. അടുത്ത ഒന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ് ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അല്ലെങ്കിൽ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മധ്യപ്രദേശാണ്. അപ്പൊ 2 ഇന്ധന നിക്ഷേപങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ ഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതെന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഹിന്ദി ഭാഷയല്ല, ബംഗാളി ഭാഷയാണ് കേട്ടോ. എന്ത് തന്നെയാണ് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവി തന്നെയാണ് എന്തിനുള്ളത്, ദേശീയ ഗീതത്തിനുള്ളത്. പിന്നെ അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരിക്കുന്നത് ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു എന്താണ് 2 വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒന്ന് സ്റ്റേറ്റ്മെന്റും ഒന്ന് അല്ലാത്ത ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. ആനന്ദമഠത്തിൽ നിന്നാണ്. അടുത്ത ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്റ്റേജ് 1-ൽ ചോദിച്ചതാണ്. ഉത്തരം സമ്പുഷ്ട യുറേനിയം ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിരിക്കുന്നത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നാണ് കേട്ടോ. അപ്പൊ ഇന്ധനം ചോദിച്ചു, നിക്ഷേപം ചോദിച്ചിട്ടുണ്ട്. അപ്പം കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതെന്ന് ചോദിച്ചാല് നാഫ്തയാണ്. ഓക്കെ, അപ്പൊ ഇത് സമ്പുഷ്ട യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറിലെ. അപ്പൊ ഇന്ധനം ചോദിച്ചിട്ടുണ്ട്. അടുത്ത് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അബ്ദുൽ കലാം ആസാദ് തന്നെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് മണ്ണിനങ്ങളെ പറ്റിയാണ് കേട്ടോ. അപ്പൊ എല്ലാ പ്രാവശ്യവും എന്താണ് മണ്ണിനങ്ങളും പിന്നെ വിളകളുണ്ട്. വിളകൾ ആവർത്തിച്ച് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള വിളകൾ ചോദിച്ചിരുന്നു കേട്ടോ. സ്റ്റേജ് 1-ൽ ഒരു വിളകൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഖാരിഫ് അങ്ങനത്തെ വിളകളുണ്ടല്ലോ, അതുപോലത്തെ. ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം, അതൊരു മണ്ണിനം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ള കശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കാണുന്ന മണ്ണിനം ഏത്? അടുത്തത് കുറച്ച് ഫിസിക്സ് ആണ്. ഫിസിക്സ് കെമിസ്ട്രിയും ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോണിന്റെ ഒക്കെ എന്താണ് കണ്ടുപിടിച്ചത് ആര്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് ചോദ്യം ആവർത്തിച്ച് ചോദിച്ചത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ചോദിച്ചിരിക്കുന്നത്. ത്വരണമാണ്. ഇത് സ്റ്റേജ് 2-ന് ചോദിച്ചിരുന്നു. സ്റ്റേജ് 1-ന് എന്താ ചോദിച്ചത്? വസ്തുവിന്റെ പ്രവേഗം ഇരട്ടി ആയാൽ ഗതികോർജം 4 മടങ്ങ്. ഇത് മാത്രമല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു വസ്തുവിന് സ്ഥാനാന്തരം മാറ്റുമ്പോൾ ഉള്ളത് സ്ഥിതികോർജം, ഗതികോർജം, യാന്ത്രികോർജം, അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എപ്പോഴും തെറ്റുന്ന ക്വസ്റ്റ്യൻ അതുകൂടി ചോദിച്ചിട്ടുണ്ട് സ്റ്റേജ് 2-ല്. അത് ഞാൻ ഇവിടെ ഇടാൻ മറന്നുപോയതാണ്. പിന്നെന്താണ് കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പം പ്രവേഗമാണ് മെയിൻ ആയിട്ട് എല്ലാത്തിലും. ഓക്കെ, പ്രവേഗം. അപ്പൊ ഈ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം കൂടെ അതിന്റെ യൂണിറ്റുകൾ അത് എന്താണ് എന്നുള്ളത് കുറച്ച് ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോവാ ഈ ഓപ്ഷൻസ് വെച്ചിട്ട്. ഓക്കെ ആണ്. അപ്പൊ പ്രവേഗം നോക്കിയിട്ട് പോവാ, അതിന്റെ ഓപ്ഷൻസ് വെച്ചിട്ട് ബാക്കി ത്വരണം അതിന്റെ യൂണിറ്റ്. സ്റ്റേജ് 2-ൽ യൂണിറ്റ് ചോദിച്ചിരുന്നു, ബലത്തിന്റെയാണ് ചോദിച്ചിരുന്നത്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അതൊക്കെ എന്താണ് പ്രസ്താവന, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ചോദിച്ചിരുന്നത്. പിന്നെ എന്താണ് മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാനെ നിയമിക്കുന്നത്, അത് സ്റ്റേജ് 2-ൽ ചോദിച്ചതാണ് കേട്ടോ രാഷ്ട്രപതി. പിന്നെ ബാക്കി എന്താണ് വിവരാവകാശ കമ്മീഷനിലെ ശരിയായ പ്രസ്താവനകളും സ്റ്റേജ് 2-ൽ ചോദിച്ചിരുന്നു. പിന്നെ എന്താ ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരെന്നും സ്റ്റേജ് 2-ന് ചോദിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചു. അപ്പൊ എന്താ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ കമ്മീഷൻസ് എല്ലാം നോക്കുക, അവരുടെ പ്രായപരിധി, ആസ്ഥാനം എവിടെയാണ്, ആദ്യത്തെ ആളാര്, ഇത്രയെങ്കിലും നോക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരെ. പിന്നെ എന്നാണ് രൂപീകരിച്ചത് അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ നദികൾ ചോദിച്ചിരുന്നുണ്ട്. സ്റ്റേജ് 2-ൽ ചോദിച്ചാണ് കേരളത്തിലെ നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചിരുന്നു. പിന്നെ എന്താണ് ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചത് എന്താണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നും ചോദിച്ചിരുന്നു. അപ്പം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നമുക്ക് അറിയുന്നത് കൊണ്ട് അത് എഴുതാം. പിന്നെ ചോദിച്ചിട്ട് ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് കേട്ടോ. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ആവർത്തിച്ച് ചോദിച്ചത്. ബാക്കി എന്താണ് അതുകൂടാതെ നമ്മുടെ ഈ കുറിച്യ കലാപം ഉണ്ടല്ലോ, കുറിച്യ കലാപം ചോദിച്ചിട്ടുണ്ട്. കുറിച്യ കലാപം 2-ലും ചോദിച്ചിട്ടുണ്ട്. 2 എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചോദിച്ചത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുറിച്യ കലാപം ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം നോക്കുക.
കുറിച്യ കലാപം വളരെ നന്നായിട്ട് നോക്കുക. കാരണം 2 സ്റ്റേജിലും കുറിച്യ കലാപം ചോദിച്ചിരുന്നുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വളരെ കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ചോദിക്കുക. പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിലും പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, മാത്സിന് സമയം കിട്ടാതിരിക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞതുപോലെ ആദ്യം കുറച്ച് എന്ത് ചെയ്യാം, മാത്സ് ചെയ്തിട്ട് ബാക്കി, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാത്സ് ഉണ്ടല്ലോ അത് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക, പെട്ടെന്ന് ചെയ്യുക, പിന്നെ വന്നിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരുന്നിട്ട് സമയം പോകും. അപ്പൊ അറിയാന്നുള്ള മാത്സ് ചെയ്യാൻ പറ്റാതിരിക്കുക. സ്റ്റേജ് 1 സ്റ്റേജ് 2 കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ നോക്കി ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ഇനി എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക, ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ട് പോകണം. കണക്റ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എന്താ, ഈ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണെങ്കിൽ നിങ്ങൾ സ്ഥാനാന്തരം പഠിക്കുക, ത്വരണം, ദൂരം, അതിൻ്റെതായിട്ട് കുറച്ച് കൂടുതലായിട്ട് പഠിക്കുക. മനുഷ്യാവകാശ കമ്മീഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ രൂപീകരിച്ച വർഷം, അതിന്റെ ആസ്ഥാനം, ആദ്യത്തെ ചെയർമാൻ, എത്ര വർഷം, ഇപ്പൊ ഉള്ള ചെയർമാൻ, അതൊക്കെ പഠിക്കാം. പിന്നെ സ്റ്റേജ് 1 കൂടുതൽ മന്ത്രിമാര് ചോദിച്ചിരുന്നു, അപ്പോയിന്റ്മെന്റ്സ് ചോദിച്ചിരുന്നു. സ്റ്റേജ് 2 അത് ചോദിച്ചില്ല, പക്ഷെ സ്റ്റേജ് 3 ചിലപ്പോൾ എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ്സ് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോ 2 സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.